നമ്മുടെ എയർപോർട്ട് യാത്ര ഇവിടെ തീരണില്ല കേട്ടോ. ഇപ്പം ഞങ്ങൾ എയർപോർട്ടിൻ്റെ അവിടെ വന്നതാണല്ലോ, അപ്പോൾ നമുക്ക് ഇവിടെ വന്നില്ലെങ്കിൽ നഷ്ടം തന്നെയാണ് കേട്ടോ. എയർപോർട്ടിൻ്റെ അവിടെ പോണവർ വൈകുന്നേരങ്ങളിൽ എന്തായാലും ഇവിടെയും കൂടി ഒന്ന് വരിക. വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം തന്നെയെന്ന് ഞാൻ പറയുള്ളൂ. ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ലാത്തവർക്കാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വിഷമം കേട്ടോ. ഏതൊക്കെ കടയിൽ പോകുന്നു, എന്തൊക്കെ കഴിക്കുന്നു, പക്ഷേ ഇവിടെ മാത്രം എന്തുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്നത് ഞങ്ങൾക്കിപ്പോൾ നല്ല വിഷമമുണ്ട്. പക്ഷെ വന്നല്ലോ, അങ്ങനെ ഞങ്ങളിവിടെ വന്ന് എത്തിപ്പെട്ടു കേസ്. ഇവിടെ വന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ചേച്ചിമാർ കട സ്റ്റാർട്ട് ആവുന്നേ ഉള്ളൂ. സ്റ്റോപ്പ് ആവണമെന്നുള്ളതൊക്കെ പറയാൻ വന്നത് എന്തൊക്കെയോ അതിൽ വരുന്നുണ്ട്. പക്ഷേ അത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുട്ട ബജിയൊക്കെ കാണുമ്പോൾ അവിടെ പോയി കഴിച്ചതൊക്കെ അങ്ങോട്ട് ഓർമ്മ വരികയാണ് കേസ്. അതാട്ടോ എൻ്റെ വായിലിങ്ങനെ കപ്പലോടിക്കുന്ന വെള്ളം ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ചേച്ചിമാർ കട സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ചേച്ചിമാർ കാട ഫ്രൈക്കുള്ളത് ഇട്ടു. അവിടെ കാട ഫ്രൈ മാത്രമല്ല, അവിടെ എല്ലാ ഫ്രൈകളും ഉണ്ട്. അടിപൊളിയാണ്. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല. ഞങ്ങൾ കാട ഫ്രൈ പറഞ്ഞു, ചിക്കൻ ഫ്രൈ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ആദ്യം തുടക്കം ഇട്ട് തന്നെ ബജ്ജികളിലേക്ക് അങ്ങോട്ട് പിടിച്ച്. മുളക് ബജ്ജി, കോളിഫ്ലവർ ബജ്ജി, മുട്ട ബജ്ജി, ഇതങ്ങോട്ട് കഴിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് സെറ്റായത്. വെയിറ്റ് ചെയ്യാനൊന്നും ഞങ്ങൾക്ക് നേരം കിട്ടിയില്ല അവിടെ. അത്രയ്ക്ക് ഇങ്ങനെ മണം അടിച്ചിട്ടേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ ഇരിക്കാനൊന്നും സ്പേസ് ഉണ്ടായിരുന്നില്ല, അവിടെ ഫുള്ളായിരുന്നു. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി കേട്ടോ. അത് കഴിഞ്ഞ് ഇവർ പഴംപൊരിയും ബീഫാണ് പറഞ്ഞത്. ഞാനും പാറും ബീഫ് കഴിക്കാത്തതുകൊണ്ട് ഇവർ പറഞ്ഞത് അതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ഇവർ പറഞ്ഞത് അടിപൊളിയാണ്. അവർ ഒരു പ്ലേറ്റും കൂടി മേടിച്ചു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ ആ കാട ഫ്രൈ കൂടാതെ ഞങ്ങൾ വീണ്ടും കാട ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കട്ടൻ ചായ ഉണ്ടായിരുന്നു, ജീരക സോഡ കുടിച്ചു. അതെല്ലാം കഴിഞ്ഞ് വയറ് ഫുള്ളായി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ലെങ്കിൽ തന്നെ ഗുണ്ടുമണിയാണ്. പിന്നെ ഇതും കൂടിയും കഴിച്ച് നമ്മൾ വയറ് ഫുള്ളായിട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോയി നിന്നു. നല്ല കാറ്റുണ്ടായിരുന്നു, മഴക്കാറും ഉണ്ടായിരുന്നു, ഇടിയൊക്കെ മിന്നുണ്ടായിരുന്നു. നല്ല വൈബാട്ടോ. നല്ല തണുത്ത കാറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയിലായിരുന്നു. ചെറുക്കനും പെണ്ണും, അതായത് ശംഖുവും പെണ്ണും വീട്ടിലേക്ക് വരൂലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോണിൽ പാട്ടൊക്കെ ഇട്ട് നമ്മുടെ ശംഖുവിൻ്റെ വക ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ശംഖുവിൻ്റെ ഒരു മെയിൻ സ്റ്റെപ്പ് ഇടയ്ക്ക് ഇടും അവൻ. അതൊക്കെ ഇപ്പോൾ ഇതിനകത്ത് വരുന്നുണ്ട്. അവൻ വീട്ടിൽ പോണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണേ കേട്ടോ അത്. അപ്പോൾ ഡാൻസ് ശംഖുവിൻ്റെയും പൊന്നുവിൻ്റെയും വക ഡാൻസും മെയിൻ സ്റ്റെപ്പ് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇല്ലയെന്ന് എന്നോട് പറയണേ, ഞാൻ ഇടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുറേ നേരം കായും കാലമൊക്കെ പിടിച്ച് മെയിൻ സ്റ്റെപ്പ് ഇട്ടു. അതൊരു 1.5 സ്റ്റെപ്പ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതും കണ്ട് ആശാനെ പൊക്കിയെടുത്ത് കാറിലേക്ക് കയറ്റിയിട്ടാണ് ആശാൻ വീട്ടിൽ പോകാൻ വേണ്ടി. അതിൻ്റെ ഇടയ്ക്ക് പോണ വഴി പുള്ളി കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. ഇതാണ് നമ്മുടെ ചെക്കൻ്റെ മെയിൻ സ്റ്റെപ്പ്. അതൊക്കെ ഇട്ടു പുള്ളി. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്